ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പുതിയ വർഷത്തിലെ ആദ്യ ബൈബിൾ പഠനത്തിന് വേണ്ടി നാം കടന്നു വന്നിരിക്കുന്നു. ബൈബിൾ പഠന പരമ്പര, പുതിയതായിട്ടുള്ള പരമ്പര നമ്മൾ ആരംഭിച്ചത് കഴിഞ്ഞ വർഷാന്ത്യ സമയത്താണ്. മത്തായി എഴുതിയ സുവിശേഷം 13-ാം അധ്യായം, അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഉപമകളെക്കുറിച്ചാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ആദ്യത്തെ ഒരു ഉപമ നാം പഠിച്ചു. അത് വിത്ത് വിതയ്ക്കുന്നവൻ്റെ ഉപമ. ഇന്ന് നാം നമ്മുടെ ധ്യാനം ഭാഗം 13-ാം അധ്യായത്തിൽ തന്നെ 24-ാം വാക്യം മുതൽ 30-ാം വാക്യം വരയ്ക്കും. തുടർന്ന് 36-ാം വാക്യം മുതൽ 43-ാം വാക്യം വരയ്ക്കുമുള്ള ഭാഗമാണ്. അത് കളയുടെ ഉപമ എന്നാണ് മലയാളത്തിൽ അവിടെ തലക്കെട്ടായിട്ട് കൊടുത്തിരിക്കുന്നത്. 24-ാം വാക്യം മുതൽ 30-ാം വാക്യം വരയ്ക്കും. തുടർന്ന് അതിൻ്റെ അർത്ഥം തൻ്റെ ശിഷ്യന്മാർക്ക് വ്യാഖ്യാനിച്ചു കൊടുക്കുന്ന ഭാഗമാണ് 36-ാം വാക്യം മുതൽ 43-ാം വാക്യം വരയ്ക്കും. ഇതിനു മുമ്പ് നാം പഠിച്ച ഉപമയെക്കുറിച്ച് നാം നോക്കുമ്പോഴും അവിടെയും ആദ്യം ആ വിത്ത് വിതയ്ക്കുന്നവൻ്റെ ഉപമ അവിടെയുള്ള ജനാവലിയോട് അറിയിക്കുന്നു. അതിനുശേഷം ആ പരസ്യമായിട്ട് തന്നെ അതിൻ്റെ താല്പര്യം അല്ലെങ്കിൽ അതിൻ്റെ ഉദ്ദേശവും അതിൻ്റെ അർത്ഥവും അവിടെ മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. എന്നാൽ ഈ രണ്ടാമത്തെ ഉപമ 24 മുതൽ 30 വരയ്ക്കുമുള്ള ഭാഗം അത് പരസ്യമായിട്ട് ജനത്തോട് സംസാരിക്കുന്നു. അവിടെ കൂടി വന്നിരിക്കുന്ന ആ ജനാവലിയോട് അത് സംസാരിച്ച് പറയുന്നു. എന്നാൽ അതിൻ്റെ അർത്ഥം വ്യാഖ്യാനിച്ചു കൊടുക്കുന്നത് അത് വീട്ടിലാണ്. അത് 36-ാം വാക്യം വായിക്കുമ്പോൾ നമ്മളവിടെ വായിക്കുന്നത്, അനന്തരം യേശു പുരുഷാരത്തെ പറഞ്ഞയച്ചിട്ട് വീട്ടിൽ വന്നു. ശിഷ്യന്മാർ അവൻ്റെ അടുക്കൽ ചെന്ന് വയലിലെ കളയുടെ ഉപമ തെളിയിച്ചു തരണം എന്ന് അപേക്ഷിച്ചു. അതിന് അവൻ ഉത്തരം പറഞ്ഞത്. അങ്ങനെയാണ് പിന്നെ അത് വ്യാഖ്യാനിച്ച് കൊടുക്കുന്നത്. അപ്പോൾ പരസ്യമായിട്ട് ജനങ്ങൾ കൂടിയിരിക്കുന്ന അവർ അറിയേണ്ട വിഷയം ദൈവം അത് പരസ്യമായിട്ട് അറിയിക്കുന്നു. എന്നാൽ തൻ്റെ ശിഷ്യന്മാർ മാത്രം അറിയേണ്ട വിഷയങ്ങൾ അത് വീട്ടിൽ വെച്ച് രഹസ്യമായിട്ട്, അല്ലെങ്കിൽ അവരൊരുമിച്ച് കൂടുമ്പോൾ അവർക്ക് മാത്രമാണത് വ്യാഖ്യാനിച്ച് കൊടുക്കുന്നത്. കാരണം ഈ ഉപമയുടെ പ്രത്യേകത ആ വിധത്തിലുള്ളതാണ്. അത് അവിശ്വാസികൾക്ക്, അല്ലെങ്കിൽ കർത്താവിനെ യഥാർത്ഥമായിട്ട് മനസ്സിലാകാത്ത എല്ലാവരും ആ വ്യാഖ്യാനം കേട്ടിട്ട് അവർക്ക് യാതൊരു പ്രയോജനവും വരാത്ത വിഷയമാണ്. അതുകൊണ്ടാണ് വീട്ടിൽ ശിഷ്യന്മാർ കൂടി വന്നപ്പോൾ, മറ്റേ എല്ലാ ജനാവലി അവർ പോയി കഴിഞ്ഞ് വീട്ടിൽ വെച്ച് ശിഷ്യന്മാർ തൻ്റെ കൂടെ കൂടിയപ്പോൾ അവരോട് മാത്രമാണ് ഈ ഉപമയുടെ വ്യാഖ്യാനം, അതിൻ്റെ അർത്ഥം വ്യക്തമായിട്ട് മനസ്സിലാക്കി കൊടുക്കുന്നത്. ഇവിടെയും നാം നോക്കുമ്പോൾ ഇവിടെ വിത്ത് വിതയ്ക്കുന്നവനുണ്ട്, വിത്തുണ്ട്, പിന്നെ ആ വിതയ്ക്കുന്ന സോയിൽ അല്ലെങ്കിൽ ആ മണ്ണ്, അല്ലെങ്കിൽ എവിടെയാണ് വിതയ്ക്കുന്നത് ആ സ്ഥലമുണ്ട്, കൂടാതെ കൊയ്ത്തുണ്ട്. സോ വി ഹാവ് ദ സോവർ, വി ഓൾസോ ഹാവ് ദ സീഡ്, and we have the soil, and we also have the harvest. ഈ 4 കാര്യങ്ങൾ ഈ ഉപമയിലും നാം കാണുന്നുണ്ട്. വിത്ത് വിതയ്ക്കുന്നതിൻ്റെ ഉപമയിൽ അവിടെ വിത്ത് വിതയ്ക്കുന്നവൻ അവൻ വിതയ്ക്കുന്നു. അത് ഒരു വിത്ത് വിതയ്ക്കുന്നവൻ ആദ്യം വിതയ്ക്കുന്നു. അതിനുശേഷം ദൈവരാജ്യത്തിൻ്റെ മക്കൾ അവർ വിത്ത് വിതയ്ക്കുന്നു. അതെല്ലാം നാം പഠിച്ചതാണ്. അവിടെ വിത്തെന്ന് പറയുന്നത് ദാറ്റ് ഈസ് ദ വേർഡ് ഓഫ് ഗോഡ്, ദൈവവചനമാണ് എന്നുള്ളതും നാം മനസ്സിലാക്കി. അവിടെ വിത്ത് വിതയ്ക്കുന്ന സ്ഥലം അത് 4 വിധത്തിലാണ് എന്നാണ് നാം വിത്ത് വിതയ്ക്കുന്ന ഉപമയിൽ നാം കണ്ടത്. 4 സ്ഥലത്താണ് അത് വീഴുന്നത്. പിന്നെ അവിടെ കൊയ്ത്തും ആ വിധത്തിലാണ് അവിടെ സംഭവിക്കുന്നത്. നല്ല സ്ഥലത്ത് വീണ വിത്താണ് അത് പല മേനി അത് വിളവ് അവിടെ ലഭിക്കുന്നു എന്നുള്ളത് നാം കണ്ടു. അതിൽ നിന്ന് പാഠം നമ്മൾ പഠിച്ചത്, നമ്മുടെ ശത്രുവായ അഡ്വേഴ്സറി ആയിട്ടുള്ള പിശാച് അതെപ്പോഴും നമ്മൾക്ക് എതിരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. വിത്ത് വിതച്ച് പോകാനായിട്ടുള്ള വലിയ ഒരു ഉത്തരവാദിത്വം
ദൈവമക്കൾക്ക് അല്ലെങ്കിൽ ദൈവരാജ്യത്തിൻ്റെ മക്കൾക്ക് കർത്താവ് നൽകിയിരിക്കുകയാണ്. അതുകൊണ്ടാണല്ലോ നാം സുവിശേഷ പ്രവർത്തനത്തിൽ നാം ഏർപ്പെട്ടുകൊണ്ട് ഇരിക്കുന്നത്. എന്നാൽ ഈ ഗോതമ്പിൻ്റെയും കളയുടെയും ഉപമ, ആ ഉപമയിലും വിത്ത് വിതയ്ക്കുന്നവനുണ്ട്. എന്നാൽ ആ വിതയ്ക്കുന്നവൻ ഒരാൾ മാത്രമല്ല, ദുഷ്ടനും വിതയ്ക്കുന്നു, അതായത് ശത്രുവായവൻ വിതയ്ക്കുന്നു, കൂടാതെ മനുഷ്യപുത്രനും വിതയ്ക്കുന്നു. പരസ്യമായിട്ട് പറയുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നത് ഒരു മനുഷ്യൻ തൻ്റെ നിലത്ത് നല്ല വിത്ത് വിതച്ചതിനോട് സദൃശ്യമാകുന്നു എന്ന് പറയുന്നു. വ്യാഖ്യാനിച്ച് പറയുമ്പോൾ ശ്രദ്ധിക്കുക, അവിടെ ആരാണ് വിതയ്ക്കുന്നത്? മനുഷ്യപുത്രൻ എന്ന് പറയുന്നു. വ്യാഖ്യാനിച്ച് പറയുന്ന വിഷയമാണ്. ഇവിടെയും വിത്തുണ്ട്. ആ വിത്ത് ഒന്ന് സൂചിപ്പിക്കുന്നത് ഗോതമ്പ്, മറ്റ് രണ്ടാമത്തേത് കള, ദ വീറ്റ് ആൻഡ് ദ ടേർ. അത് ഏതിനെയാണ് സൂചിപ്പിക്കുന്നത്? അത് ദൈവമക്കളെയും ദുഷ്ടന്റെ മക്കളെയും സൂചിപ്പിക്കുന്ന വിഷയമാണ്. ഇവിടെ നിലം ഒരു നിലം മാത്രം. ആദ്യത്തെ ഉപമയിൽ നമ്മൾ കണ്ടത് 4 വിധത്തിലുള്ള നിലത്തെക്കുറിച്ചാണ്. എന്നാൽ ഇവിടെ നിലം ഒന്ന് മാത്രമാണ്, അത് ഈ ലോകമാണ്. പിന്നെ കൊയ്ത്തിനെ കുറിച്ച് നാം കാണുമ്പോൾ രണ്ടും വളർന്നു വരുന്നു. അതായത് ഗോതമ്പ് നല്ല വിത്ത്, അത് വളർന്നു വരുന്നു. അതിനോടൊപ്പം തന്നെ കളയായ അല്ലെങ്കിൽ ദുഷ്ടൻ വിതച്ച ആ വിത്തും വളർന്നു വരികയാണ്. കൊയ്ത്തിൻ്റെ സമയത്താണ് അതിൻ്റെ അന്തിമ പരിണിത ഫലം. ഗോതമ്പ് അതെവിടേക്കാണ് കൊണ്ടുപോകുന്നതും കള വളർന്നത് അതിനെ വെട്ടി എവിടേക്കാണ് കൊണ്ടുപോകുന്നത്, ആ വ്യത്യാസം നാം അവിടെ അവസാനമായിട്ട് കാണുന്നുണ്ട്. ഇവിടെ പഠിക്കുന്ന പാഠമെന്ന് പറയുന്നത്, നമ്മുടെ അഡ്വേഴ്സറി, നമ്മുടെ ശത്രുവായ പിശാച് നമ്മോടൊപ്പം തന്നെ നിന്ന് ഒരു ഇമിറ്റേഷൻ, അതായത് ദൈവിക കാര്യങ്ങൾക്ക് ഒപ്പം നിന്നുകൊണ്ട് തന്നെ നമ്മുടെ കൂടെ പോരാട്ടത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു വിധത്തിലാണ് നാം കാണുന്നത്. എന്നാൽ അവസാന നാളിലാണ് അവിടെ ഒരു വ്യത്യാസം അവിടെ വരുന്നത്. കള ഒരു സ്ഥലത്തേക്ക് പോകുന്നു, ഗോതമ്പ് അത് ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്. അതുവരയ്ക്കും ഈ രണ്ടും ഒന്നിച്ച് വളരുന്ന ഒരു സ്ഥിതിയാണ് നാം കാണുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഒന്ന് ചിന്തിക്കാം. ഒന്ന്, ആദ്യത്തേത് നാം കാണുന്നത് 2 വിധത്തിലുള്ള വിതയ്ക്കുന്നത് 2 ways ഓഫ് സോയിങ്. അത് 24 25 അതിനോടൊപ്പം 37 39 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. 24 നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: അവൻ മറ്റൊരു ഉപമ അവർക്ക് പറഞ്ഞു കൊടുത്തു. സ്വർഗരാജ്യം ഒരു മനുഷ്യൻ തൻ്റെ നിലത്ത് നല്ല വിത്ത് വിതച്ചതിനോട് സദൃശ്യമാകുന്നു. മനുഷ്യൻ ഉറങ്ങുമ്പോൾ അവൻ്റെ ശത്രു വന്നു കോതമ്പിൻ്റെ ഇടയിൽ കള വിതച്ച് പൊയ്ക്കളഞ്ഞു. അത് പരസ്യമായിട്ട് പറഞ്ഞ് ആ ഭാഗത്ത് നമ്മൾ വായിക്കുന്നു. വ്യാഖ്യാനിച്ചു കൊടുക്കുമ്പോൾ പറയുന്ന കാര്യമാണ് 37 39 നമ്മൾ കാണുന്നത്. അവിടെ പറയുന്നത്, നല്ല വിത്ത് വിതയ്ക്കുന്നവൻ അത് മനുഷ്യപുത്രൻ, വയൽ ഈ ലോകം. നല്ല വിത്ത് രാജ്യത്തിൻ്റെ പുത്രന്മാർ, കള ദുഷ്ടന്റെ പുത്രന്മാർ. അവിടെയാണ് വ്യാഖ്യാനിച്ചു കൊടുത്ത് പറയുന്നത്, നല്ല വിത്ത് അത് ദൈവരാജ്യത്തിൻ്റെ പുത്രന്മാർ, കള ദുഷ്ടന്റെ പുത്രന്മാർ. അപ്പോൾ വിതയ്ക്കുന്നവൻ അത് മനുഷ്യപുത്രനാണ്. അത് വ്യക്തമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവിടെ 25 വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ വായിക്കുകയാണ്, മനുഷ്യർ ഉറങ്ങുമ്പോൾ അവൻ്റെ ശത്രു വന്ന് അവിടെ ഒരു കാര്യം ചെയ്യുന്നു. ദൈവമക്കളെ സംബന്ധിച്ച് വേദപുസ്തകത്തിൽ ആവർത്തിച്ച് പറയുന്നൊരു സത്യമാണ്, നാം ജാഗരിച്ച് ആയിരിക്കണം എന്നുള്ളത്. ഉറങ്ങുന്ന അവസ്ഥ, ഒരു മന്ദത നമ്മുടെ ആത്മീയ ജീവിതത്തിൽ വരരുത് എന്ന് വിചാരിച്ച് നമ്മൾ ഉറക്കം കളിച്ച് മൊത്തം സമയവും ആക്റ്റീവായിട്ടിരിക്കണം എന്നല്ല. നമ്മൾ ശരീരത്തിന് വിശ്രമം ആവശ്യമാണ്, തീർച്ചയായിട്ടും വിശ്രമിക്കണം. എന്നാൽ
നാം ജാഗരിച്ചായിരിക്കുക എന്ന് പറയുമ്പോൾ ഓൾവേസ് ടു ബി വിജിലന്റ്. നമ്മൾ വേദപുസ്തകത്തിൽ തിമോത്തിയോസിന് അപ്പോസ്തലനായ പൗലോസ് എഴുതുമ്പോൾ അവിടെ പറയുന്ന ചില ഭാഗമുണ്ട്. എനിക്ക് തോന്നുന്നു 2 തിമോത്തിയോസ് 4-ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു. അവിടെ ചില കാര്യങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. സന്ദർഭവശാൽ ആ ഭാഗം നമുക്കൊന്ന് പെട്ടെന്നൊന്ന് നോക്കി മടങ്ങി വരാം. 2 തിമോത്തിയോസ് അതിൻ്റെ 4-ാം അധ്യായം അതിന് 5-ാം വാക്യം, 4:5. നീയോ സകലത്തിലും നിർമ്മതനായിരിക്കുക, കഷ്ടം സഹിക്കുക, സുവിശേഷകന്റെ പ്രവൃത്തി ചെയ്യുക, നിന്റെ ശുശ്രൂഷ നിരവധിയായി നിവർത്തിക്കുക. അതിനൊരു ദൈവദാസൻ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ബി വിജിലന്റ്, ബി വേലിയന്റ്, ബി വേഴ്സറ്റൈൽ, ബി വിക്ടോറിയസ്. അതായത് അതിലൊരു കാര്യം പറയുന്നത് ഇങ്ങനെയാണ്: ബി വിജിലന്റ്, അതായത് എപ്പോഴും ഒരുക്കത്തോടുകൂടെ ആയിരിക്കുക, ജാഗരിച്ചായിരിക്കുക. മന്ദത നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും വരരുത്. YMEF നോർത്ത് ഡിവിഷനിൽ വളരെ സജീവമായിട്ട് പ്രവർത്തിച്ച് ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്ന K. ദാനിയൽ വില്യംസ് എന്ന് പറയുന്ന കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ, അദ്ദേഹം ഒരു പാട്ട് എഴുതിയിട്ടുണ്ട്. ആ ഗാനത്തിന്റെ വരികളിൽ പറയുന്നത് ഇന്ന് സഭ ഉറങ്ങുകയാണ്. അതെത്രയോ വാസ്തവമാണ്, അല്ലേ? സഭ ഉറങ്ങുകയാണ്. ദൈവസഭ, ഞാൻ ബ്രദറൻ സഭ എന്നല്ല പറയുന്നത്, ദൈവസഭ ഉറങ്ങുക. കാരണം ഉണർന്ന് പ്രവർത്തിക്കുന്ന കാര്യത്തിൽ കുറവ് വന്നിട്ടുണ്ട്. അത് നമ്മൾ സമ്മതിച്ചേ മതിയാകത്തുള്ളൂ. ഇവിടെ നാം കാണുകയാണ് മനുഷ്യർ ഉറങ്ങുമ്പോൾ ദൈവം, നമ്മുടെ കർത്താവിനെ കുറിച്ച് നമ്മൾ സങ്കീർത്തനത്തിൽ കാണുന്നത് എന്താണ്? അവൻ ഉറങ്ങുകയില്ല, മയങ്ങുകയുമില്ല, അല്ലേ? അങ്ങനല്ലേ എഴുതിയിരിക്കുന്നത്? അവൻ ഉറങ്ങുകയില്ല, മയങ്ങുകയില്ല. നമ്മൾ ചിലപ്പോൾ ഇരുന്നിട്ടൊന്ന് മയങ്ങും, അതുപോലുമില്ല. അത്രമാത്രം ജാഗരിച്ചാണ് നമ്മുടെ കർത്താവായിരിക്കുന്നത്. കണ്ണിന്റെ കൃഷ്ണമണി പോലെ നമ്മളെ കാക്കുന്നു. തൻ്റെ കരങ്ങളിലാണ് നാം ആയിരിക്കുന്നത്. അപ്പോൾ കണ്ണ് തുറക്കുമ്പോൾ വലിയവനായ ദൈവത്തിന്റെ കണ്ണ് എപ്പോഴും നമ്മുടെ മേലുണ്ട്, തൻ്റെ ദൃഷ്ടി എപ്പോഴും നമ്മുടെ മേലുണ്ട്. അത്രമാത്രം ജാഗരിച്ചിരിക്കുന്ന കർത്താവിനെ കർത്താവ് നമുക്ക് പറഞ്ഞത് നിങ്ങൾ ഉറങ്ങാതെ ജാഗരിച്ചുകൊണ്ടിരിക്കുക. കാരണം കാലം വഷളാണ്. അതുകൊണ്ട് സമയം തക്കത്തിൽ ഉപയോഗിക്കുക. Redeem the time because the days are evil. Redeem the time. അപ്പോൾ അതിനർത്ഥം ജാഗരിച്ചായിരിക്കുക. ഇവിടെ ഉറങ്ങുമ്പോൾ സംഭവിച്ചാണ് നമ്മൾ കാണുന്നത്. അവൻ്റെ ശത്രു വന്നു ഗോതമ്പിന്റെ ഇടയിൽ കള വിതച്ച് പോയിക്കളഞ്ഞു. He left. അവൻ ആ കാര്യം സാധിച്ചിട്ട് അവിടെ നിന്ന് പോയി. അവൻ്റെ ഉദ്ദേശം ഒന്ന് മാത്രമേ ഉള്ളൂ, സെയിം ഇമിറ്റേഷൻ. അതായത് ഈ ഗോതമ്പ്, അതിൻ്റെ വിത്ത് അവിടെ വളർന്നു വരുന്നു, അതിൻ്റെ ഇടയ്ക്കാണ് ഈ കള കൊണ്ട് വിതച്ചിരിക്കുന്നത്. അതും വളർന്നു വരും. വളരുന്ന സമയത്ത് ഇതിൻ്റെ തമ്മിലുള്ള വ്യത്യാസം ഒട്ടും മനസ്സിലാകത്തില്ല. അതൊരു സർട്ടൻ സ്റ്റേജ് വരയ്ക്കും വളർന്നു വരുമ്പോൾ മാത്രമേ അതിന് തമ്മിലുള്ള വ്യത്യാസം വരത്തുള്ളൂ. ഞാൻ വേർപാട് പാലിക്കണം എന്ന് പറയുമ്പോൾ ചിലർക്ക് ചിലപ്പോൾ അതിനോട് യോജിപ്പാനായിട്ട് കഴിയുകയില്ല. വേർപാട് പാലിക്കണം എന്ന് പറയുമ്പോൾ ബ്രദറൻ ഈ പറയുന്ന ചില പ്രാക്ടീസസ് ഫോളോ ചെയ്യണം എന്നല്ല. വേർപാടും വിശുദ്ധിയും പാലിക്കുക. ദൈവമക്കളായ നമ്മൾ വേർപാടും വിശുദ്ധിയും പാലിക്കുക. ദൈവവുമായിട്ടുള്ള അടുത്ത ബന്ധത്തിലും ദൈവവചനവുമായിട്ടുള്ള പ്രതിബദ്ധതയിലും നമ്മളായിരിക്കുമ്പോൾ ഈ ചുറ്റിലും കാണുന്ന പ്രഹസനങ്ങൾ അത് ഇമിറ്റേഷൻ മാത്രമാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ദൈവാത്മാവ് അത് മനസ്സിലാക്കി തരും. ചുറ്റിലും കാണുന്നത് അതല്ലേ? ഇന്ന് നമ്മുടെ മധ്യത്തിലുള്ള ചില ഈ പറയുന്ന ആത്മീയ പക്വതയില്ലാത്തവര്, അവർ വീട്ടിൽ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ പറയുന്ന കരിസ്മാറ്റിക് ഗ്രൂപ്പിന്റെ TV പ്രോഗ്രാംസ് റെഗുലറായിട്ട് കാണുന്നവരുണ്ട്. അതിലെത്രമാത്രം ആത്മീക വളർച്ചയ്ക്ക് സഹായകമായിട്ടുള്ള ദൂതുകൾ, സന്ദേശങ്ങളുണ്ട്? ഉണ്ടോ? അതൊരു ചോദ്യചിഹ്നമാണ്. ബ്രദറൻ ഡിസ്റ്റിങ്റ്റീവ്സ് എന്ന് പറയുമ്പോൾ അത് ഒരു പ്രത്യേകത ഉള്ളതാണ്. ദൈവവചനം അല്ലാതെ മാൻമെയ്ഡ് ആയിട്ടുള്ള ഒരു കാര്യം അവിടെ വരുന്നില്ല. ആ ഒരു പ്രത്യേകത ഉള്ളതുകൊണ്ടാണ് വചനത്തിലേക്കാണ് നാം എപ്പോഴും മടങ്ങി വരുന്നത്. ഒരു വിധത്തിലുള്ളൊരു ഇമിറ്റേഷനിലേക്ക് നമ്മൾ പോകുവാനായിട്ട്
നമ്മുടെ ജീവിതത്തിൽ ഒരു അവസരം വരരുത്. ഇറ്റ്സ് വെരി ക്ലോസ്. നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ, ഒരു ഡ്യൂപ്ലിക്കേറ്റ് നോട്ട് അത് ചെലവാക്കാനായിട്ടുള്ള വഴി ഏതാണ്? എങ്ങനെ ചെലവാക്കാനായിട്ട് പറ്റും? ഒറിജിനലിൻ്റെ ഏറ്റവും അടുത്ത് ഒരു ഒറിജിനൽ ഒരു കട്ടയുടെ കൂടെ കുറച്ച് ഡ്യൂപ്ലിക്കേറ്റ് അങ്ങ് വെച്ചാൽ മതി. അപ്പോൾ അറിയാതെ തന്നെ അതിൻ്റെ കൂട്ടത്തിൽ അതങ്ങ് പോയിക്കോളും. അപ്പോൾ നമ്മുടെ ആത്മീകമായിട്ടുള്ള നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഈ ഇമിറ്റേഷൻ വരാനായിട്ട് യാതൊരു പ്രശ്നവുമില്ല. വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ അടുത്ത് നിന്ന് തന്നെ അത് നമ്മുടെ മധ്യത്തിലേക്ക് കയറി വരും. നമുക്ക് തോന്നും, ഇതും ശരിയാ. അല്ല, വളരെ വ്യത്യാസമുണ്ട്. ഇത് പിശാചിന്റെ തന്നെ വലിയൊരു തന്ത്രമാണ് ഈ നാളുകളിൽ. നമുക്കറിയാം, കോവിഡിന്റെ സമയത്ത് നമ്മൾ സാങ്കേതിക മാധ്യമത്തിൽ നമ്മൾ പൂർണ്ണമായിട്ട് ആശ്രയിച്ച ഒരു സമയമുണ്ടായിരുന്നു. തുടക്കം സമയത്ത് ചിലർ പറഞ്ഞു ഇതൊക്കെ ശരിയാണോ, എന്നാൽ പിന്നീട് നമുക്ക് വേറെ സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് നമ്മളതിൽ ആശ്രയിച്ചു, നമ്മളതിൽ തുടർന്നു പോയി. ആ കാലമെല്ലാം മാറി. നമുക്ക് വീണ്ടും പഴയ രീതിയിൽ തന്നെ ഒരുമിച്ച് കൂടുവാനായിട്ട് കർത്താവ് എല്ലാവിധമായ സാവകാശം തന്നു. എന്നാൽ വീണ്ടും പല സന്ദർഭങ്ങളിൽ നമുക്ക് തോന്നുന്നത് ഈ വിധത്തിൽ ചില കാര്യങ്ങളങ്ങ് ചെയ്തു പോയാൽ മതിയോ. ഞാൻ വിശദീകരിച്ച് പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഇതെല്ലാം പിശാചിൻ്റെ ഒരു തന്ത്രമാണ്. പിശാച് ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല നാം ദൈവവുമായിട്ടുള്ള അടുത്ത ബന്ധത്തിലായിരിക്കണം എന്നുള്ളത്. ഹി ജസ്റ്റ് വാണ്ട്സ് ടു ഡിസിൻറ്റിഗ്രേറ്റ്. ഇൻറ്റിഗ്രേറ്റഡ് ആയിട്ട്, അല്ലെങ്കിൽ ഒരുമിച്ച് ചേർന്ന് ഒരുമിച്ച് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ തമ്മിലുള്ള ബന്ധത്തിൽ അടുത്തിരിക്കണം എന്നുള്ളത് ശത്രുവിന് ഒട്ടും താല്പര്യമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് ഏതെങ്കിലും വിധത്തിൽ ഗോതമ്പ് വളർന്നു വരുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ കള ചേർക്കുവാൻ മന്ദത വരുന്ന സമയത്ത് അവൻ ഒരുക്കത്തോടുകൂടി ഇരിക്കുകയാണ്. പിന്നെ ഒറ്റൊരു കാര്യമേ ഉള്ളൂ, അവൻ പിന്നെ അത് വീക്ഷിച്ച് നോക്കത്തില്ല. അവനത് വിതച്ച് അവിടുന്ന് പോകും, അത്രേ ഉള്ളൂ. പറഞ്ഞാൽ അവന് വേറെ അതിനോടൊരു കമ്മിറ്റ്മെന്റ് അവനില്ല. എന്നാൽ അവൻ വിതച്ചു പോകും. നമ്മളതിൽ വീണു പോകരുത് എന്നുള്ള കാര്യം ഞാൻ ഓർമ്മപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് അത്രയും കാര്യം പറഞ്ഞത്. ഇനി 2 വിധത്തിലുള്ള വിത്തിനെ കുറിച്ച് നാം കാണുന്നുണ്ട്. അതും ഈ ഭാഗത്ത് തന്നെ വായിക്കുന്നു. ഒന്ന്, അവിടെ ഒരു മനുഷ്യൻ തൻ്റെ നിലത്ത് നല്ല വിത്ത് വിതച്ചതിനോട് സദൃശ്യമാകും. ആ മനുഷ്യൻ ആരാണെന്നുള്ളത് നമ്മൾ വ്യാഖ്യാനത്തിൽ കാണുന്നത്, വിതയ്ക്കുന്നവൻ ആര്? മനുഷ്യപുത്രൻ. അപ്പോ മനുഷ്യപുത്രൻ വിതയ്ക്കുന്നത് നല്ല വിത്താണ്. നമ്മുടെ ദേവദാസന്മാരെ ചിലർ പ്രസംഗിക്കുമ്പോൾ ചിലരെ കുറിച്ച് പറയുന്ന സമയത്ത് പറയും 10 ഗുണം എന്നുള്ളത്. 10 ഗുണം. നല്ല വിത്താണ് മനുഷ്യപുത്രൻ വിതയ്ക്കുന്നത്. എന്നാൽ അടുത്ത വാക്യത്തിൽ തന്നെ 25-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, കള വിതയ്ക്കുന്നത് ആരാണ്? ശത്രുവായവൻ അല്ലെങ്കിൽ ദുഷ്ടനായവൻ. അവൻ വന്ന് അതിൻ്റെ മധ്യത്തിൽ വിതയ്ക്കുന്നത് കളയാണ്. പുറമെ കാണുമ്പോൾ ചിലപ്പോൾ രണ്ടും ഒരുപോലെ തന്നെ ആയിരിക്കും. ഈ 2 വിത്തിനെ കുറിച്ച് നമ്മൾ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ തന്നെ നമ്മൾ വായിക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 3-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യം. 3-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവൻ്റെ കുതികാൽ തകർക്കും. ഇംഗ്ലീഷിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് യോർ സീഡ് ആൻഡ് ഹെർ സീഡ്. അത് ആ വിത്തിനെ കുറിച്ച്, അവിടെ സീഡ് എന്ന് തന്നെയാണ് ആ പദം അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ സന്തതി എന്ന് മലയാളത്തിൽ നമ്മൾ വായിക്കുന്നു. പിന്നീട് ആ തല തകർക്കുന്നത് നാം കാണുന്നത് കാൽവറി ക്രൂശിലാണ്. അവിടെ സാത്താന്റെ തല കർത്താവായ യേശു ക്രിസ്തു അവിടെ തകർക്കുകയാണ്. മരണത്തെ ജയിച്ച് നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത് ഇന്നും നമുക്കായി ജീവിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഈ വിത്തിനെ കുറിച്ച് നമ്മൾ വ്യാഖ്യാനം കാണുന്നത് 38-ാം വാക്യത്തിൽ. അവിടെ നമ്മൾ വായിക്കുന്നത്, വയൽ ലോകം, നല്ല വിത്ത് രാജ്യത്തിൻ്റെ പുത്രന്മാർ, കള ദുഷ്ടന്റെ പുത്രന്മാർ. നല്ല വിത്ത് രാജ്യത്തിൻ്റെ പുത്രന്മാർ, കള ദുഷ്ടന്റെ പുത്രന്മാർ.
അപ്പോൾ നമ്മൾ ആരാണെന്നുള്ളത് നമുക്കിനി പറയാതെ തന്നെ നമുക്കറിയാം. ദൈവരാജ്യത്തിൻ്റെ ദൈവമക്കൾ എന്ന് അഭിമാനിക്കുന്ന നമ്മൾ. അപ്പോൾ ആ ദൈവരാജ്യത്തിൻ്റെ മക്കളായ നമ്മൾ, നമ്മുടെ സാക്ഷ്യം അത് ആ ഡിഗ്നിറ്റിയോടുകൂടെ ആയിരിക്കണം. വി ബിലോങ് ടു ഗോഡ്സ് കിങ്ഡം. ദൈവരാജ്യത്തിൻ്റെ മക്കളാണ് നമ്മൾ. രാജ്യത്തിൻ്റെ, ഇവിടെ പറയുന്നത് നല്ല വിത്ത് രാജ്യത്തിൻ്റെ പുത്രന്മാർ. അപ്പോൾ ആ ഡിഗ്നിറ്റി, ആ ക്യാരക്ടർ, ആ സ്വഭാവ വിശേഷതകൾ മുഴുവനായിട്ടും ഈ ലോകത്തിന് മുൻപാകെ കാണിച്ചു വേണം നാം ജീവിക്കുവാൻ. അതിൻ്റെ അർത്ഥം വെറും ബാഹികമായിട്ട് ഒരു വിധത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചോ ഞാൻ ഒരു ദൈവ പൈതലാണെന്ന് ബാഹികമായിട്ട് കാണിച്ച് നടക്കുകയല്ല, യോഗ്യമായിട്ട്, എക്സ്റ്റേണൽ മാത്രമല്ല, സമൂലമായിട്ടുള്ള നമ്മുടെ പേഴ്സണാലിറ്റി, നമ്മുടെ വ്യക്തിത്വം ആ വിധത്തിൽ, നമ്മുടെ സാക്ഷ്യം ആ വിധത്തിൽ ലോകത്തിന് മുമ്പാകെ കാഴ്ചവെച്ച് വേണം നാം ജീവിക്കാൻ. നമ്മളുമായിട്ട് ഇടപെടുന്ന എല്ലാവർക്കും തന്നെ മനസ്സിലാകണം, ഹി ഈസ് ഡിഫറെൻറ്റ്. ഇത് ഒരു വ്യത്യസ്തമായ ഒരു വ്യക്തിത്വമാണ്. ഈ വ്യക്തി ചെയ്യുന്നതും സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം പ്രത്യേകമായ രീതിയിലാണ്. ഇദ്ദേഹം ഒരു സത്യസന്ധനായിട്ടുള്ളൊരു വ്യക്തിയാണ്, പരമാർത്ഥ ഹൃദയമുള്ള ഒരു വ്യക്തിയാണ് എന്ന ഒരു സാക്ഷ്യം ഈ ലോകത്തിന് മുമ്പാകെ നാം കാഴ്ചവെക്കണം. So as the children of the kingdom, we must have the dignity and the character of the kingdom. നാം ദൈവരാജ്യത്തിൻ്റെ പുത്രന്മാർ എന്ന് നമ്മൾ അഭിമാനിക്കുമ്പോൾ അത് വെറും വാക്കിനാലല്ല, നമ്മുടെ സാക്ഷ്യത്തിൽ തന്നെ ആ വിധത്തിൽ ജീവിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ആ വാക്യത്തിൽ തന്നെ 38-ാം വാക്യത്തിൽ തന്നെ നമ്മൾ വായിക്കുന്നുണ്ട്, കള ദുഷ്ടന്റെ പുത്രന്മാർ. അപ്പം അതിൻ്റെ മധ്യത്തിൽ കൂട്ടത്തിൽ തന്നെ വളർന്നു വരുവാണ് ഈ കള എന്ന് പറയുന്നത്. ഇംഗ്ലീഷിൽ അതിന് 2 വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ടേഴ്സ് എന്ന്, ടേഴ്സ്. രണ്ടാമത്തേത് ഡാർനെൽ എന്ന്. അത് ജെയിൻ ഡാർബി എന്ന് പറയുന്ന നമ്മുടെ ബ്രദറൻ മൂവ്മെൻറ്റ്, അതിന് മുന്നേറ്റത്തിന് ആരംഭം കുറിച്ച ജെയിൻ ഡാർബി, അദ്ദേഹത്തിൻ്റെ ട്രാൻസ്ലേഷനുള്ള ബൈബിളിലാണ് ഡാർനെൽ എന്ന ഒരു വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ആ വാക്ക് ഞാനൊന്ന് പരിശോധിച്ച് നോക്കിയപ്പോൾ അത് കാണാൻ, അതിൻ്റെ വിത്ത് കാണാനും ഈ ഗോതമ്പ് പോലെ തന്നെ ഇരിക്കും, എന്നാൽ അത് പോയ്സണസ് ആണ്. അത് നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ, അതിൻ്റെ പൗഡറാക്കിയിട്ടോ ഏതെങ്കിലും വിധത്തിൽ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അത് നമ്മുടെ സുബോധത്തെ അത് കെടുത്തിക്കളയും. സുബോധത്തെ കെടുത്തിക്കളയുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് നമുക്കറിയാമല്ലോ. അതുപോലെ തന്നെ നമ്മുടെ കാഴ്ചയ്ക്കും അത് എഫക്റ്റ് ചെയ്യും. ആത്മീയമായിട്ട് നോക്കുമ്പോൾ സുബോധത്തോടെ നടക്കുവാനായിട്ട് സാധിക്കാത്ത ഒരു സ്ഥിതിയിലായിത്തീരുന്ന സാധനമാണ് ഈ കള. രണ്ടാമത്തേത് നമ്മുടെ ദൃഷ്ടിയെ തന്നെ എഫക്റ്റ് ചെയ്യുന്നതാണ് ഈ കള. അപ്പോൾ ദുഷ്ടൻ കൂടെ വളർന്നു വരുന്നു, എന്നാൽ അവരുടെ പരിണിത ഫലം എന്താണെന്നുള്ളത് അതിൽ നിന്ന് നാം മനസ്സിലാക്കുന്നു. ഇനി അടുത്തത് നിലം. ആദ്യത്തെ ഉപമയിൽ നമ്മൾ കണ്ടു 4 വ്യത്യസ്തമായിട്ടുള്ള നിലങ്ങളിലാണ് ഈ വിത്ത് വീണത്. എന്നാൽ ഇവിടെ വിത്ത് ഒരു സ്ഥലത്ത് തന്നെയാണ് വീഴുന്നത്. അത് 38-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, ആ വയൽ പ്രദേശം അല്ലെങ്കിൽ ആ വയൽ എന്ന് പറയുന്നത് അത് ഈ ലോകമാണ്. സോ ദർ ഈസ് ഓൺലി വൺ സോയിൽ ഹിയർ. ആ ഒരു വയലിൽ തന്നെയാണ് രണ്ടും വിതയ്ക്കുന്നത്. അപ്പം അതിൽ നിന്ന് മനസ്സിലാക്കുന്ന സത്യം എന്താണ്? ഈ ലോകത്തെ സൃഷ്ടിച്ചത് നമ്മുടെ കർത്താവാണ്. ഈ വഷളത്വത്തിലേക്ക് പോയപ്പോൾ അതിനെ വീണ്ടെടുത്തതും നമ്മുടെ കർത്താവ് തന്നെയാണ്. നമ്മെ സൃഷ്ടിച്ചതും നമ്മുടെ കർത്താവാണ്. നാം നഷ്ടപ്പെട്ടു പോയപ്പോൾ കർത്താവ് വലിയൊരു വില കാൽവറി ക്രൂശിൽ നൽകിയിട്ടാണ് നമ്മെ വീണ്ടെടുത്തത്. He created us, and when we were lost, He paid a great price and purchased us. കർത്താവിന് വിലയേറിയ ദാസൻ ജോൺ കുര്യൻ അദ്ദേഹം സുവിശേഷം പങ്കുവെക്കുമ്പോൾ, ഞാൻ 86-87 കാര്യം പറയുകയാണ്, അദ്ദേഹം അവിടെ ഇംഗ്ലീഷിലും മലയാളത്തിലും സുവിശേഷം പങ്കുവെക്കുമ്പോൾ അത് ഒഡിയയിലേക്ക് തർജ്ജമ ചെയ്യുവാനായിട്ടുള്ള ഒരു കൃപ കർത്താവ് എനിക്ക് തന്നു. അപ്പോൾ അന്ന് തർജ്ജമ ചെയ്യുമ്പോൾ ആ പറഞ്ഞ വാക്കുകൾ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്.
അന്ന് അദ്ദേഹം പറഞ്ഞത്, ഒരു പയ്യന്റെ കയ്യിൽ ഒരു ബോട്ട് ഉണ്ടായിരുന്നു. ആ ബോട്ട് അവന്റെ അപ്പൻ അവന് പണിഞ്ഞ് അവന് കൊടുത്തു. എന്നാൽ ഒരു ദിവസം അത് വെള്ളത്തിൽ ഒഴുകിയപ്പോൾ ആ ബോട്ട് അങ്ങ് ആ വെള്ളത്തിൽ ഒഴുകിപ്പോയി. പിന്നീട് കുറേ നാൾ കഴിഞ്ഞപ്പോഴാണ് ഒരു കടയിൽ വെച്ച് ആ ബോട്ട് കണ്ടത്. കണ്ടപ്പോൾ തന്നെ മനസ്സിലായി തന്റെ പിതാവ് ഉണ്ടാക്കി കൊടുത്ത ബോട്ടാണ്. അപ്പോൾ ആ കടക്കാരനോട് ചോദിച്ചു, എനിക്ക് ആ ബോട്ട് വേണം, ഇത് എന്റേതാണ്. അപ്പോൾ കടക്കാരൻ പറഞ്ഞു, അല്ല, ഇതിവിടെ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണ്, ഇതിനൊരു വിലയുണ്ട്, ആ വില തന്നാൽ യു ക്യാൻ ടേക്ക് ഇറ്റ്. ആ പയ്യൻ ഏത് വില കൊടുത്തും ആ ബോട്ട് വാങ്ങിച്ചു. അതിനുശേഷം ആ ബോട്ടിൽ നോക്കി പറയുകയാണ്, ഐ ഹാവ് ഗോട്ട് എ 2-fold അതോറിറ്റി ഓവർ യു, ഓണർഷിപ്പ് ഓവർ യു. നിന്റെ മേൽ എനിക്ക് 2 വിധത്തിലുള്ള അധികാരമുണ്ട്. നിന്നെ പണിതത് എൻ്റെ പിതാവാണ്. രണ്ടാമത്തേത്, ഇന്ന് വലിയൊരു വില കൊടുത്തിട്ടാണ് ഞാൻ നിന്നെ വാങ്ങിച്ചിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിനെ നോക്കുക. കർത്താവ് നമ്മെ സൃഷ്ടിച്ചു, ഈ ലോകത്തിൽ നാം ജനിച്ചു. എന്നാൽ ആ കർത്താവ് നമ്മൾ ജനിച്ചപ്പോൾ തന്നെ പാപങ്ങളാലും അതിക്രമങ്ങളാലും മരിച്ചവരായിരുന്നു. എന്നാൽ കർത്താവിൻ്റെ അളവറ്റ കൃപയാൽ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ ക്രിസ്തുയേശുവിൽ നമ്മെ തിരഞ്ഞെടുത്ത കർത്താവിൻ്റെ അളവറ്റ കൃപയാൽ കർത്താവിൻ്റെ സമയത്ത് ഈ സത്യം മനസ്സിലാക്കുവാനും കർത്താവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായിട്ട് സ്വീകരിക്കാനുള്ള വലിയ ഭാഗ്യം കർത്താവ് തന്നു. ആ വീണ്ടെടുപ്പിന്റെ വില കർത്താവ് നമുക്ക് വേണ്ടി നൽകിയത് കാൽവറി ക്രൂശിലാണ്. ആ വില കൊടുത്താണ് കർത്താവ് നമ്മെ വീണ്ടെടുത്തതും വാങ്ങിച്ചതും. സോ ഹി ഹാസ് ക്രിയേറ്റഡ് us and he has also purchased us. വലിയ വില കൊടുത്താണ് നമ്മെ വാങ്ങിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു പ്രത്യേകത ഞാൻ കണ്ടത് 27-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നത്, അപ്പോൾ വീട്ടുടയവന്റെ ദാസന്മാർ അവൻ്റെ അടുത്തേക്ക് വന്ന് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അവിടെ യജമാനനെ വയലിൽ നല്ല വിത്തല്ലയോ വിതച്ചത്. മലയാളത്തിൽ നമ്മൾ അങ്ങനെയാണ് വായിക്കുന്നത്. എന്നാൽ ഇംഗ്ലീഷിൽ, പ്രത്യേകിച്ച് കിങ് ജെയിംസ് വേർഷനിൽ, ആ ഒരു വേർഷനിൽ മാത്രം വായിച്ചപ്പോൾ കണ്ട ഒരു സംഗതിയാണ് 27-ാം വാക്യം. സോ ദ സെർവൻസ് ഓഫ് ദ ഹൗസ് ഹോൾഡർ കെയിം ആൻഡ് സെഡ് അൺടു ഹിം, സർ, ഡിഡ് നോട്ട് thou sow good seed in thy field? നിന്റെ വയലിൽ എന്നുള്ളൊരു പ്രയോഗം അത് കിങ് ജെയിംസ് വേർഷനിൽ മാത്രമേ ഉള്ളൂ. ഞാൻ മറ്റേ വേർഷനിലെല്ലാം എടുത്ത് നോക്കി. മലയാളത്തിൽ നോക്കിയപ്പോഴും അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? യജമാനനെ വയലിൽ. അത് മനസ്സിലാക്കാവുന്നത് ആയതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ആ ഭാഗം അവിടെ വിട്ടിരിക്കുന്നത്. എന്നാൽ KJV മാത്രമാണ് അതിന് എംഫസൈസ് കൊടുത്തിട്ട് പറഞ്ഞിരിക്കുന്നത് നിന്റെ നിലത്ത്, നിന്റെ വയലിൽ. അതിന് മുൻപ് നമ്മൾ വായിക്കുന്ന സമയത്ത് അവിടെ വായിക്കുകയാണ്, ഒരു മനുഷ്യൻ, 24-ാം വാക്യം, ഒരു മനുഷ്യൻ തൻ്റെ നിലത്ത് നല്ല വിത്ത്. അപ്പോൾ ഈ വയൽ അല്ലെങ്കിൽ ആ നിലം അത് ആരുടേതാണ്? കർത്താവിൻ്റെ, മനുഷ്യപുത്രന്റെ. So the whole world belongs to him. He is the one who created it. നമുക്കറിയാം, അവസാനമായിട്ട് ഏറ്റവും പുതിയ ഒരു യെരുശലേം, ആ ഒരു വെളിപ്പാട് പുസ്തകത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ നാം കാണുകയാണ്, പ്രപഞ്ചത്തെ തന്നെ കർത്താവ് പുതിയതായിട്ട് വീണ്ടും അതിനെ വീണ്ടെടുത്ത് അതിനെ സ്ഥാപിക്കുകയാണ്. കർത്താവിൻ്റെ ആ വലിയ കാര്യപരിപാടിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അത് നമുക്ക് ചിന്താതീതമായിട്ടുള്ളൊരു വിഷയം തന്നെയാണ്. അപ്പോൾ അവിടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യമെന്ന് പറയുന്നത്, അത് അവൻ്റെ നിലം, 24-ാം വാക്യം. 27-ാം വാക്യത്തിൽ വായിക്കുന്ന സമയത്ത് നിന്റെ വയലിൽ, ദാസന്മാർ വന്ന് വീട്ടുടയവനോട് പറയുകയാണ് നിന്റെ വയലിൽ. അത് ശ്രദ്ധിക്കുക, അത് മലയാളത്തിൽ അത് ഇല്ലെങ്കിലും ആ എംഫസിസ് അവിടെ ഉണ്ട്. ഇറ്റ് ഈസ് യോർ ഫീൽഡ്, നിന്റെ വയൽ. വീണ്ടും 38-ാം വാക്യം നമ്മൾ വായിക്കുന്ന സമയത്ത് അവിടെ കാണുകയാണ്, ദാറ്റ് ഫീൽഡ് ഈസ് ദ വേൾഡ്. ആ വയൽ എന്ന് പറയുന്നത് ഈ ലോകം ആണ്. 26-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, ഞാറ് വളർന്നു, കതിരായപ്പോൾ കളയും കാണായി വന്നു. അതുവരയ്ക്കും ഇതിൻ്റെ ഇടയ്ക്ക് കളയുണ്ടെന്നുള്ളത് അത് ആർക്കും മനസ്സിലാകുന്നില്ലായിരുന്നു. എന്നാൽ രണ്ടും കൂടി വളർന്നു വന്നപ്പോഴാണ്, കതിര് വന്നപ്പോഴാണ് അവിടെ നല്ല വിത്തിൽ നിന്ന് മുളച്ചു വന്നതും കള പൊങ്ങി വന്നപ്പോൾ അത് ശരിയായതല്ല എന്നുള്ളത് അവിടെ മനസ്സിലാക്കുവാനായിട്ട്
സാധിക്കുന്നു. ഇനി ഈ കള അത് വിതച്ച് ഏത് വിധത്തിലാണ്, അതിനെക്കുറിച്ച് സ്വല്പം കൂടി കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. 25 വാക്യത്തിലാണ് അതെപ്പോഴാണ് അത് വിതച്ചത് അത് നാം കാണുന്നു. അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. മനുഷ്യർ ഉറങ്ങുമ്പോഴാണ് അത് വന്ന് അവിടെ വിതച്ചത്. രണ്ടാമത്തേത്, അത് വിതച്ചത് എവിടെയാണ്? ഈ വയലിൽ തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞത്, ഇവിടെ വയൽ ഒന്ന് മാത്രം, ആ നിലം ഒന്ന് മാത്രം, അതിൽ തന്നെയാണ് കളയും വിതച്ചത്. മൂന്നാമത്തെ സത്യം അത് നമ്മൾ കണ്ടു, അവന് കള വിതച്ച് പോയി കളഞ്ഞു. അവൻ പിന്നെ അവിടെ നിന്നില്ല, കാരണം അവൻ്റെ ഉദ്ദേശം വേറെ ആണല്ലോ. നാലാമത്തേത് നാം കാണുന്നത്, അവൻ ഇത് ഗോതമ്പിന്റെ കൂടെ അല്ലെങ്കിൽ നല്ല വിത്തിന്റെ കൂടെ വിതച്ചതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അവന്റെ ദുരുദ്ദേശം, ആ ഇമിറ്റേഷൻ അതിൽ തന്നെ കൊണ്ടുവരുവാൻ വേണ്ടിയാണ്. എങ്ങനെങ്കിലും ദൈവമക്കളെ തെറ്റിക്കുക. അതുകൊണ്ട് അവരോട് കൂടെ തന്നെ ഇതിനെയും വളർത്തുവാനായിട്ട് അവനവിടെ അത് വിതച്ച് പോയി. ഒരു ദേവദാസൻ ഒരു ഫുട് നോട്ടായിട്ട് ഈ ഭാഗത്ത് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്: The adversary, Satan, can only imitate. Satan cannot innovate. ഒരു നമ്മുടെ ശത്രുവായ പിശാചിനെ അനുകരിക്കാൻ മാത്രമേ കഴിയുകയുള്ളൂ. അവന് പുതിയതായിട്ട് ഒന്ന് സൃഷ്ടിക്കുവാനോ ഒരുക്കുവാനോ അവനാൽ ഒരിക്കലും കഴിയുകയില്ല. ആ അനുകരിച്ച് നമ്മെ തെറ്റിക്കുവാനായിട്ട് അവൻ എപ്പോഴും നമ്മുടെ അടുത്ത് തന്നെ ഉണ്ട്. യോബിന്റെ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് അറിയാം, ദൈവസന്നിധിയിൽ വന്ന് ദൂഷണം പറയുന്നവനാണ് നമ്മുടെ ദുഷ്ടൻ. നമ്മളെക്കുറിച്ച് എപ്പോഴും ദൈവസന്നിധിയിൽ ദൂഷണം പറഞ്ഞിരിക്കുന്നവനാണ് പിശാച്. അവൻ്റെ ഏക ലക്ഷ്യം നമ്മെ തെറ്റിക്കുക എന്നുള്ളത്, നമ്മുടെ ലക്ഷ്യത്തിൽ നിന്ന് നമ്മളെ മാറ്റി എടുക്കുക എന്നുള്ളത്. അതും ഈ ഭാഗത്ത് നാം കാണുകയാണ്. അടുത്തത് ചോദ്യങ്ങളാണ്. അവർ വളർന്നു വന്നപ്പോൾ 26 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, ഞാറ് വളർന്നു, കതിരായപ്പോൾ കളയും കാണായി വന്നു. അപ്പോഴാണ് ദാസന്മാർ വന്ന് അവൻ്റെ അടുക്കൽ ചെന്ന് പറയുന്നത്, യജമാനനെ, വയലിൽ നല്ല വിത്തല്ലയോ വിതച്ചത്? പിന്നെ കള എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു. അതാണ് ഒന്നാമത്തേത് ഒരു ചോദ്യം നാം കാണുന്നത്. രണ്ടാമത്തെ ചോദ്യം നാം കാണുന്നത് 28 വാക്യത്തിൽ. അവിടെ ചോദിക്കുന്ന ചോദ്യം ഇങ്ങനെയാണ്: ഞങ്ങൾ പോയി അത് പറിച്ച് കൂട്ടുവാൻ സമ്മതമുണ്ടോ എന്ന് ദാസന്മാർ അവനോട് ചോദിച്ചു. 2 ചോദ്യങ്ങൾ. ഒന്ന്, യജമാനനെ, വയലിൽ നല്ല വിത്തല്ലയോ വിതച്ചത്? പിന്നെ കള എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു. രണ്ടാമത്തേത്, ഞങ്ങൾ പോയി അത് പറിച്ചു കൂട്ടുവാൻ സമ്മതമുണ്ടോ എന്ന് ദാസന്മാർ അവനോട് ചോദിച്ചു. അപ്പോൾ അതിന് മറുപടിയായിട്ട് പറയുന്നത് ശ്രദ്ധിക്കുക. 28 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഇത് ശത്രു ചെയ്തതാകുന്നു എന്ന് അവൻ അവരോട് പറഞ്ഞു. ദിസ് ഈസ് ഡൺ ബൈ ദി എനിമി. രണ്ടാമത്തെ ഉത്തരം പറയുന്നത് 29 വാക്യത്തിലാണ്. അവിടെ പറയുന്നത്, അതിനവൻ, ഇല്ല, പക്ഷെ കള പറിക്കുമ്പോൾ കോതമ്പും കൂടെ പിഴുതുപോകും, രണ്ടും കൂടെ കൊയ്ത്തോളം വളരട്ടെ. രണ്ടും കൂടി ചേർന്ന് വളരട്ടെ. കാരണം ഈ വളരുന്ന സമയത്ത് ഇവരുടെ വേരുകൾ ചിലപ്പോൾ എൻറ്റാങ്കിൾ ആയിട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ കള മാത്രം പറിച്ച് എടുക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ അത് ഈ കോതമ്പ് അല്ലെങ്കിൽ നല്ല വിത്തിൻ്റെ ആ ഞാറ് വളർന്നു വരുന്നതിന് അത് കേടുപാട് സംഭവിക്കും. അതുകൊണ്ടാണ് യജമാനൻ പറയുന്നത്, ഇത് രണ്ടും കൂടി ഒന്നിച്ച് വളരട്ടെ. 29 വാക്യം, കള പറിക്കുമ്പോൾ കോതമ്പും കൂടെ പിഴുതുപോകും, രണ്ടും കൂടെ കൊയ്ത്തോളം വളരട്ടെ. അതിനുശേഷം ജനത്തോട് സംസാരിക്കുമ്പോൾ കർത്താവ് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: കൊയ്ത്ത് കാലത്ത് ഞാൻ കൊയ്യുന്നവരോട് മുൻപേ കള പറിച്ചു കൂട്ടി ചുട്ടുകളയേണ്ടതിന് കെട്ടുകളായി കെട്ടുവാനും കോതമ്പ് എൻ്റെ കളപ്പുരയിൽ കൂട്ടിവെപ്പാനും കൽപ്പിക്കും എന്ന് പറഞ്ഞു. പരസ്യമായിട്ട് പറഞ്ഞ കാര്യമാണ്. അതുവരെയ്ക്ക് ഇത് രണ്ടും ഒരുപോലെ വളരട്ടെ. നാം ജീവിക്കുന്ന ഈ ലോകത്തിൽ സങ്കീർത്തനക്കാരന് സങ്കീർത്തനം 73 പറഞ്ഞതുപോലെ, ഞാൻ ദൈവപൈതലായിട്ട് പല കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി ആചരിച്ചായിരിക്കുന്നു. എന്നാൽ ദുഷ്ടൻ, അവൻ്റെ സ്ഥിതി നോക്ക്, അവന് നന്നായിട്ട് വളർന്നു വരികയാണ്. അവൻ്റെ സ്ഥിതിയൊന്നും ഒരു മോശവുമില്ല.
എനിക്ക് കഷ്ടത മാത്രമാണ്. എന്നാൽ അവൻ എല്ലാ വിധത്തിൽ തളച്ച് വളർന്നു പോവുകയാണ്. എന്നാൽ അവിടെ ദൈവത്തിന്റെ കൃപ നോക്കുക, അവന്റെ കാല് വഴുവഴുപ്പിലാണെന്നുള്ളത് കർത്താവ് അവന് മനസ്സിലാക്കി കൊടുത്തു. എന്ന് പറയുന്ന പോലെ നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ കർത്താവിനെ അറിയാത്ത, ഒരു വിധത്തിലും നന്മ മനസ്സിലാക്കാത്ത ഒരു കൂട്ടത്തിന് മധ്യയിലായിരിക്കുന്ന സമയത്ത് അവരുടെ വളർച്ച കാണുമ്പോൾ സ്വാഭാവികമായിട്ട്, മാനുഷികമായിട്ട്, ഈ ജഡത്തിലായിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ചിന്ത വരും, ഇവരൊക്കെ ഇത്രയും തെറ്റും തിന്മയും പ്രവർത്തിച്ചുകൊണ്ടായിരിക്കുമ്പോൾ അവർക്ക് ഭൗമികമായിട്ട് നന്മകൾ കൂടി വരികയാണ്, ഒരു വിധത്തിലൊരു കുറവില്ല. എന്നാൽ അവസാന നാൾ വരെയും കർത്താവ് ക്ഷമയോടുകൂടി ആയിരിക്കുന്നു. കൊയ്ത്തിൻ്റെ ഒരു കാലം വരും. ആ കാലം വരുമ്പോൾ അവിടെ വേർതിരിവ് ഉണ്ടാകും. അവിടെ ഒരു കൂട്ടം എവിടേക്ക് പോകും, മറ്റേ കൂട്ടം എവിടേക്ക് പോകും. ശരിക്കുമുള്ള ഒരു വേർപാട് അവിടെ സംഭവിക്കും. ദൈവമക്കളെ, വളരെ ഗൗരവത്തോടുകൂടി എടുക്കേണ്ട ഒരു വിഷയമാണ്. ദേവദാസൻ ജോൺ കുര്യൻ തന്നെ പറഞ്ഞൊരു വിഷയമാണ്. ദൈവജനത്തിന് മധ്യത്തിൽ തന്നെ 3 കൂട്ടത്തിലുള്ള ആൾക്കാരുണ്ട്. ഒരു കൂട്ടം അവര് രക്ഷിക്കപ്പെട്ടവരാണ്, എന്നാൽ അതിനെക്കുറിച്ച് നാം കൊടുത്തിരിക്കുന്ന നിർവചനം അനുസരിച്ചുള്ളൊരു അറിവ് അവർക്കില്ല. നമ്മൾ ഔട്ട്റൈറ്റ് നമുക്കറിയാം, നാമധേയ ക്രൈസ്തവ കൂട്ടത്തിലുള്ള പലരെയും നമ്മൾ പറയുമോ അതൊന്നും രക്ഷിക്കപ്പെട്ടവരല്ല. നമ്മൾ വിധിക്കാൻ നമ്മളാരാ? അവരുടെ മധ്യത്തിലും രക്ഷിക്കപ്പെട്ടവരുണ്ട്. കർത്താവിനെ ശരിയായ വിധത്തിൽ ശരണപ്പെട്ട് ഭക്തിയോടുകൂടെ ജീവിക്കുന്ന കത്തോലിക്കരുണ്ട്. നമ്മൾ പുറമെ നോക്കുമ്പോൾ പറയും കത്തോലിക്കനാണ്, അല്ലെങ്കിൽ മറ്റേ, ഞാനൊരു പേരെടുത്തുന്നേ ഉള്ളൂ. ഗോഡ് നോസ്. വേറൊരു കൂട്ടമുണ്ട്, അവർ ഈ പറയുന്ന പുതിയ നിയമസഭയിൽ സജീവമായിട്ട് നിൽക്കുന്നവരാണ്, രക്ഷിക്കപ്പെട്ടു എന്ന് അഭിമാനിക്കുന്നവരാണ്, എന്നാൽ യഥാർത്ഥത്തിൽ അവർ രക്ഷിക്കപ്പെട്ടിട്ടില്ല. മൂന്നാമത്തെ ഒരു കൂട്ടമുണ്ട്, അവര് രക്ഷിക്കപ്പെട്ടവരാണ്, അവർക്ക് അതിനെക്കുറിച്ച് നല്ല ബോധ്യവുമുണ്ട്. എന്തിനാ ഈ കാര്യം പറഞ്ഞത്? നാം ഇപ്പോൾ പലരെയും കാണുന്നു, നമ്മോടൊപ്പം തന്നെ ആത്മീയ യാത്രയിൽ അവർ കൂടെ ഉണ്ട്. എന്നാൽ അവസാന നാളിൽ, ആ കൊയ്ത്തിന്റെ സമയത്ത് എത്ര പേര് കാണും? നമുക്ക് അതിനെക്കുറിച്ചുള്ളൊരു പൂർണ്ണ ബോധ്യം നമുക്കുണ്ടോ? ഇത് പറയുമ്പോൾ നമ്മുടെ രക്ഷ നഷ്ടപ്പെടും എന്നൊരിക്കലൊരു ചിന്ത മനസ്സിൽ വരരുത്. അതൊരിക്കലും നഷ്ടപ്പെടത്തില്ല. എന്നാൽ ഈ വിധത്തിൽ ലോകവുമായിട്ട് താരതമ്യപ്പെടുത്തി അതിനോടുകൂടി ചേർന്ന് പോകുമ്പോൾ യു വിൽ ഡെഫിനറ്റ്ലി ലൂസ് ദ ജോയ് ഓഫ് സാൽവേഷൻ. ആ രക്ഷയുടെ സന്തോഷം ആസ്വദിക്കാതെ ആയിരിക്കും നമ്മുടെ ജീവിതം. അത് നാം മനസ്സിലാക്കുക. അപ്പോൾ അവർ ചോദിക്കുന്നു, നാം നല്ല വിത്താണല്ലോ വിതച്ചത്, എന്നാൽ അതിൻ്റെ കൂടെ കളയും വന്നു. കർത്താവ് അതിന് മറുപടി കൊടുക്കുന്നത്, അത് ശത്രു ചെയ്തതാണ്. അതിനുശേഷം അവർ പോയി, അത് ഞങ്ങൾ പറിച്ച് കളയട്ടെ. കർത്താവ് അവരോട് പറയുകയാണ്, വെയിറ്റ്, ഇപ്പോഴല്ല അതിൻ്റെ സമയം. കൊയ്ത്തിൻ്റെ കാലത്ത് അത് നമുക്ക് ചെയ്യാം. അത് വേർതിരിച്ച് അവിടെ കൊയ്യുന്നവരോട് മുൻപേ കള പറിച്ച് കൂട്ടി ചുട്ട് കളയേണ്ടതിന് കെട്ടുകളായി കെട്ടുവാനും പിന്നെ കോതമ്പ് എൻ്റെ കളപ്പുരയിൽ കൂട്ടി വെപ്പാനും കൽപ്പിക്കും എന്ന് പറഞ്ഞു. അതിലൊരു ദിവസം ഉണ്ട് എന്നുള്ളത് നാം ഓർക്കുക. അവസാനമായിട്ട് ദ റീപ്പിംഗ് അല്ലെങ്കിൽ ദ ഹാർവെസ്റ്റ്, കൊയ്ത്തിൻ്റെ സമയമാണ്. അതിനെക്കുറിച്ച് നാം കാണുന്നത് 30-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചു. പിന്നെ 39 മുതൽ 43 വരയ്ക്കുള്ള ഭാഗം അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: അത് വിതച്ച് ശത്രു പിശാച്, കൊയ്ത്ത് ലോകാവസാനം. അപ്പോൾ ഈ കൊയ്ത്തിന്റെ കാലം എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ദി എൻഡ് ടൈം. ടിം ലഹായ് എന്ന് പറയുന്ന ഒരു ദൈവദാസൻ, അദ്ദേഹത്തിൻ്റെ വെളിപ്പാട് പുസ്തകത്തെ ആസ്പദമാക്കി വളരെ ആധികാരികമായിട്ട് കമൻട്രി എഴുതിയ ഒരു വലിയ ദൈവദാസനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഈ അവസാന നാളുകളെ സൂചിപ്പിക്കുന്ന ഒരു മൂവി സീരീസ് ഉണ്ട്, ബുക്സും ഉണ്ട്. അതിൻ്റെ ടൈറ്റിൽ ലെഫ്റ്റ് ബിഹൈൻഡ് എന്നാണ്. ലെഫ്റ്റ് ബിഹൈൻഡ്. അത് ആ മൂവീസൊക്കെ ഇപ്പോൾ യൂട്യൂബിലൊക്കെ ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, അല്ലെങ്കിൽ ക്രിസ്ത്യൻ ലൈബ്രറീസ് അല്ലാതെ അവൈലബിൾ ആണ്. അത് ഈ അന്ത്യകാലത്ത് മഹാപീഡനത്തെക്കുറിച്ചും
അവസാന നാളുകളിൽ വിട്ടുപോയി, ലെഫ്റ്റ് ബിഹൈൻഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകാമല്ലോ. അതായത് രക്ഷയുടെ അനുഭവത്തിലേക്ക് വരാത്തവർ കള പോലെ വളർന്നു വന്ന് നഷ്ടപ്പെട്ട് തീയിലേക്ക് വേണ്ടി ഒരുങ്ങുന്ന ഒരു കൂട്ടം. അവിടെ ആ ഓരോ സീരീസിലെ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ അവിടെ കൊയ്ത്താണ് ഈ കാണിക്കുന്നത്. അപ്പൊ ഈ ദൂതന്മാരാണ് അവര് ഈ കൊയ്ത്തിന്റെ കാര്യത്തിൽ എൻഗേജ്ഡ് ആകുന്നത്. നമ്മളിവിടെ വായിക്കുന്നുണ്ട്, കൊയ്യുന്നവരാരാ? 40-ാം വാക്യം. കൊയ്യുന്നവർ കൊയ്യുന്നവർ ദൂതന്മാർ, ഏഞ്ചൽസ്. അവരാണ് അതിന്റെ ഏജൻസ്. അവരാണ് കൊയ്യുന്നത്. കള കൂട്ടി തീയിലിട്ട് ചുടും പോലെ ലോകാവസാനത്തിൽ സംഭവിക്കും. ഈ ലെഫ്റ്റ് ബിഹൈൻഡ് സീരീസിൽ ഓരോ എപ്പിസോഡിലും അത് പ്രാരംഭത്തിൽ അത് കാണിക്കുന്നുണ്ട്. അതിനെല്ലാം കൂട്ടി വെക്കുന്നു. എന്നാൽ ഗോതമ്പ് അത് കളപ്പുരയിലേക്ക് കൂട്ടുവാൻ വേണ്ടി വേർതിരിക്കുകയാണ്. കൊയ്ത്തിന്റെ അവസാനത്തെ ആ സ്ഥിതി നാം അവിടെ കാണുന്നു. അവിടെ ആദ്യം നാം കാണുന്നത് 40-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, കള കൂട്ടി തീയിലിട്ട് ചുടും പോലെ ലോകാവസാനത്തിൽ സംഭവിക്കും. 41-ാം വാക്യം, മനുഷ്യപുത്രൻ തന്റെ ദൂതന്മാരെ അയക്കും, അവർ അവന്റെ രാജ്യത്തിൽ നിന്ന് എല്ലാ ഇടർച്ചകളെയും അധർമ്മം പ്രവർത്തിക്കുന്നവരെയും കൂട്ടിച്ചേർത്ത് തീച്ചൂളയിൽ ഇട്ടുകളയും, അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. അവിടെ 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. അതാ ഞാൻ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി ആ വാക്യം വായിച്ചത്. 41-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, അവന്റെ രാജ്യത്തിൽ നിന്ന് എല്ലാ ഇടർച്ചകളെയും അധർമ്മ പ്രവർത്തിക്കുന്നവരെയും. ഇംഗ്ലീഷിൽ അത് നമ്മൾ വായിക്കുമ്പോൾ അവിടെ വായിക്കുന്നത്, they shall gather out of his kingdom all things that offend and them which do iniquity. അധർമ്മം പ്രവർത്തിക്കുന്നവരെയും എല്ലാ ഇടർച്ചകളെയും. ഇവിടെ ദൈവമക്കളെ, നമ്മുടെ ജീവിതം തന്നെ നമ്മളൊന്ന് നോക്കുക. നമ്മൾ ദൈവമക്കൾ എന്ന് നമ്മൾ അഭിമാനിക്കുന്നു. നമ്മൾ ദൈവിക സാക്ഷ്യത്തിനോ ദൈവിക ശുശ്രൂഷയ്ക്കോ ഒരു ഇടർച്ചയായിട്ട് നമ്മൾ നിൽക്കുന്നുണ്ടോ? ആർ വി എ സ്റ്റംബ്ലിംഗ് ബ്ലോക്ക്? ഇടർച്ചയായിട്ട് നിൽക്കുക. ആ പ്രവർത്തനം മുൻപോട്ട് പോകുന്നതിന് തടസ്സമായിട്ട് നാം നിൽക്കുക. നമ്മുടെ ജീവിതത്തിൽ അതൊരിക്കലും സംഭവിക്കരുത്. രണ്ടാമത്തേത്, നാം അധർമ്മം പ്രവർത്തിക്കരുത്. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ അധർമ്മത്തിന് യാതൊരു സ്ഥാനവുമില്ല. അത് ശ്രദ്ധയോടുകൂടെ ചിന്തിക്കുക. മനുഷ്യപുത്രൻ തൻ്റെ ദൂതന്മാരെ അയക്കും, അവർ അവൻ്റെ രാജ്യത്തിൽ നിന്ന് എല്ലാ ഇടർച്ചകളെയും അധർമ്മം പ്രവർത്തിക്കുന്നവരെയും കൂട്ടിച്ചേർത്ത് തീച്ചൂളയിൽ ഇട്ടുകളയും, അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. കളയുടെ അവസാനം അവിടെ സംഭവിക്കുകയാണ്. The tares and the darnels, they are going to be thrown into fire. തീയിൽ ഇട്ടുകളയും. അവിടെ പിന്നെ എന്നേക്കുമായിട്ട് കരച്ചിലും പല്ലുകടിയും മാത്രമാണ്. അതിനുശേഷം പറയുന്നത്, അന്ന് നീതിമാന്മാർ തങ്ങളുടെ പിതാവിൻ്റെ രാജ്യത്ത് സൂര്യനെ പോലെ പ്രകാശിക്കും. നീതിമാന്മാർ തങ്ങളുടെ പിതാവിൻ്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ പ്രകാശിക്കും. ഇംഗ്ലീഷിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, Then shall the righteous shine forth as the sun in the kingdom of their Father. നമ്മെ നീതീകരിച്ചത് നമ്മുടെ കർത്താവാണ്. നാം സുവിശേഷം അറിയിക്കുന്നതിൽ ശ്രദ്ധയോടുകൂടി നിൽക്കുന്നതും നശിച്ചു പോകുന്ന ആത്മാക്കൾ രക്ഷയിലേക്ക് വരണം. കൃപായുഗത്തിൽ അതിനുവേണ്ടി എപ്പോഴും ജാഗരിച്ച് പ്രവർത്തിക്കണം. കഴിഞ്ഞ ഞായറാഴ്ചയിലും ഈ സഭയെ സ്നേഹിക്കുന്ന പ്രിയ ലാലി സഹോദരി സാക്ഷ്യത്തിൽ കൂടെ ആ കാര്യമാണ് നമ്മെ ഓർമ്മപ്പെടുത്തിയത്. സഭയായിട്ട് സുവിശേഷ ഘോഷണത്തിൽ, സുവിശേഷം അറിയിക്കുന്നതിൽ നമ്മുടെ പങ്ക്, അതിനെക്കുറിച്ചുള്ള ഒരു ഭാരം, ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. അംഗസംഖ്യയിൽ തന്നെ നമ്മുടെ സഭകൾ, നമ്മുടെ സഭ മാത്രമല്ല, എല്ലാ വേർപെട്ട സഭകൾ, പുതിയ നിയമപ്രകാരമുള്ള ദൈവസഭകൾ, അത് ആത്മാവ് കൊണ്ട് നിറയണം. ആത്മാവ് കൊണ്ട് നിറയണം. നാം അറിയാതെ തന്നെ ആ ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ കെട്ടുപണി നടന്നുകൊണ്ടേയിരിക്കുന്നു. അതിലൊരു പങ്ക് വഹിക്കുവാനായിട്ട്
നമുക്കും കർത്താവ് അവസരങ്ങൾ നൽകിയിട്ടുണ്ട്. ആ കാര്യത്തിൽ നമ്മുടെ പങ്ക് നിരവധിയായിട്ട് നിർവഹിക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അത് നമ്മുടെ ഹൃദയത്തെ ഭരിക്കട്ടെ. മഹാപീഡന കാലത്ത് നമുക്കറിയാം, അന്നും ആ പീഡനത്തിൽ കൂടെ, കഷ്ടതയിൽ കൂടെ കടന്നു പോകുമ്പോൾ അവിടെയും രക്ഷപ്പെടുവാൻ വേണ്ടിയുള്ള മാർഗം ദൈവം ഒരുക്കുന്നുണ്ട്. വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായം അതിന് 1 മുതൽ 8 വരെക്കുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നാം ആ കാര്യം കാണുന്നുണ്ട്. വീണ്ടും അതിന് മധ്യഭാഗത്ത് എത്തിച്ചേരുന്ന സമയത്ത് വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായം, ആ വാക്യം മാത്രം നമുക്കൊന്ന് നോക്കാം. വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം. വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായം 6-ാം വാക്യം. വേറൊരു ദൂതൻ ആകാശമധ്യേ പറക്കുന്നത് ഞാൻ കണ്ടു. ഭൂവാസികളായ സകല ജാതിയും ഗോത്രവും ഭാഷയും വംശവുമായവരോട് അറിയിപ്പാൻ അവന്റെ പക്കൽ ഒരു നിത്യ സുവിശേഷം ഉണ്ടായിരുന്നു. ഒരു നിത്യ സുവിശേഷം. The eternal gospel is with him. നിത്യ സുവിശേഷം അവിടെ പ്രത്യേകമായിട്ട് ഓർക്കുക, അത് രക്ഷയുടെ സുവിശേഷം. അതിലുപരിയായിട്ട് അത് ന്യായവിധിയുടെ ഒരു സന്ദേശം അതിൽ കൂടെ ജനത്തിന് നൽകുവാൻ വേണ്ടി. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, ആ മഹാപീഡന കാലത്തും കർത്താവിനെ വിശ്വസിച്ച് അനുദപിച്ച് മാനസാന്തരപ്പെട്ട് കർത്താവിനെ സ്വീകരിച്ച് രക്ഷയുടെ സന്തോഷത്തിലേക്ക് വരുവാൻ വേണ്ടിയുള്ള പദ്ധതികൾ കർത്താവ് വീണ്ടും ഒരുക്കി വെച്ചിരിക്കുകയാണ്. എത്രയോ ദയാലുവായ, കൃപാലുവായ, കരുണയുള്ള കർത്താവാണ് നമ്മുടെ കർത്താവ്. ആരും നശിച്ചു പോകരുത്. അവർ കർത്താവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായിട്ട് സ്വീകരിക്കണം. അവസാനം നാം കാണുന്നത് 2 വിധത്തിലുള്ള. ഒന്ന്, വൺ ഈസ് ബേണിംഗ്. എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു. ദ അതർ വൺ ഈസ് ടേക്കൺ ടു ബാൺ. രണ്ടും ബി ആണ്. ഒന്ന്, എരിയുന്ന തീച്ചുളയിൽ ഇട്ട് കളയുകയാണ്. ആ ഇമിറ്റേഷൻ ആയിട്ടുള്ള കള വളർന്നു വന്ന് അതിനെ മൊത്തം കെട്ടുകളായിട്ട് കെട്ടി അതിനെ എന്നേക്കുമായിട്ടുള്ള തീച്ചുളയിലേക്ക് എറിഞ്ഞു കളയുന്നു. എന്നാൽ ഗോതമ്പിനെ കുറിച്ച് നമ്മൾ വായിക്കുകയാണ്, എൻ്റെ കളപ്പുരയിൽ കൂട്ടി വെപ്പാനും കൽപ്പിക്കും എന്ന് 30-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. 43-ൽ നമ്മുടെ സ്ഥിതിയെക്കുറിച്ച്, നമ്മെ കർത്താവ് ഉയർത്തിയ സ്ഥിതിയെക്കുറിച്ച് അവിടെ വായിക്കുന്നു. അന്ന് നീതിമാന്മാർ തങ്ങളുടെ പിതാവിൻ്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ പ്രകാശിക്കും. സൂര്യനെ പോലെ പ്രകാശിക്കും. അതിനുശേഷം അവിടെ പറയുന്ന ഒരു കാര്യം ശ്രദ്ധിക്കുക, ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഹീ ദാറ്റ് ഹാസ് ഇയർ ലെറ്റ് ഹിം ഹിയർ. അത് ഒരു അപ്പീലാണ്. ആ അപ്പീലിൽ പ്രത്യേകമായിട്ട് ദൈവാത്മാവ് പറയുന്നത്, ഈ കാര്യങ്ങൾ വ്യക്തിപരമായിട്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ വളരെ സ്പെസിഫിക് ആയിട്ട് തന്നെ, യുക്തമായിട്ട് തന്നെ, പ്രായോഗികമായിട്ട് ഇത് കേൾക്കുകയും ഉൾക്കൊള്ളുകയും അതിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തി ജീവിക്കുക. 2-ാമത്തെ ഉപമ നമ്മെ പഠിപ്പിക്കുന്നത്, നാം ഈ ലോകത്തിൻ്റെ അനുരൂപർ ആകരുത്. ബി നോട്ട് കൺഫേംഡ് ബട്ട് ബി ട്രാൻസ്ഫോംഡ്.